വിദേശത്തേക്കുള്ള സർവകക്ഷി സംഘത്തിലേക്ക് നിർദ്ദേശിച്ച പേരുകൾ കേന്ദ്രം ഒഴിവാക്കിയതിൽ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ്. രാജ്യസുരക്ഷയിലും ബി.ജെ.പി. രാഷ്ട്രീയം കളിക്കുന്നുവെന്ന ആക്ഷേപം. നിർദ്ദേശിച്ചവരെല്ലാം സംഘത്തിൽ ഉണ്ടാകുമെന്നും കോൺഗ്രസ് വിശദീകരണം. ഇന്ത്യയെ അനുകരിച്ച് സർവകക്ഷി സംഘത്തെ അയക്കാൻ പാകിസ്ഥാനിലും നീക്കം. ഓപ്പറേഷൻ സിന്ദൂറിനിടെ 40,000 കോടി രൂപയുടെ ആയുധങ്ങൾ വാങ്ങാൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് വീണ്ടും ഇന്ത്യ പാക് DGMO തല ചർച്ച. വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷമുള്ള മൂന്നാമത്തെ കൂടിക്കാഴ്ച. PSLV C-61 വിക്ഷേപണം പരാജയം. ഭൗമ നിരീക്ഷണത്തിനുള്ള EOS-09 ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിക്കാനായില്ല. ദൗത്യം പാളിയത് രണ്ടാം ഘട്ടത്തിന് ശേഷം. താങ്കളെ അംഗീകരിക്കുന്നു എന്ന് സുധാകരൻ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് ആവർത്തിച്ച് പറയുന്നത് അധ്യക്ഷ മാറ്റം നടന്നത് സ്വാഭാവിക രീതിയിലല്ല എന്നാണല്ലോ. വിവാദങ്ങളിൽ മറുപടിയുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കെ സുധാകരന് മികച്ച പരിഗണന നൽകി. പദവി ഒഴിഞ്ഞവരെ AICC പ്രവർത്തക സമിതി അംഗമാക്കുന്ന കീഴ്വഴക്കമില്ല. സഭയുടെ നോമിനി അല്ലെന്നും സണ്ണി ജോസഫ് Q18 അഭിമുഖത്തിൽ. കഴിഞ്ഞ ആഴ്ച സ്ഥലം മാറ്റിയ പോലീസ് ഓഫീസർമാരെ തിരികെ പ്രതിഷ്ഠിച്ച് സംസ്ഥാന പോലീസിൽ വിചിത്ര നടപടി. തീരുമാനം സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥർ പരാതി പറഞ്ഞതിനെ തുടർന്ന് സമഗ്രമായ അഴിച്ചുപണി ഉടൻ ഉണ്ടാകുമെന്നും വിവരം. MR അജിത് കുമാർ എക്സൈസ് കമ്മീഷണർ ആകില്ല. മഹിപാൽ യാദവ് തുടരും.